ഗൈസ്, ചപ്പാത്തി പ്രസ്സോ ചപ്പാത്തി പലകയോ ഒന്നും ഇല്ലാണ്ട് നമുക്ക് പൂരി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആകെ വേണ്ടത് നല്ല നീറ്റായിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ഷീറ്റാണേ. ഇത് മാത്രം മതി നമുക്ക് ഉണ്ടാക്കാനായിട്ട്. അതുപോലെ നമ്മൾ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് ഉപ്പും നമ്മുടെ പൊടിയും ആട്ടാപ്പൊടിയും പിന്നെ വെളിച്ചെണ്ണയും പിന്നെ നമ്മുടെ ചൂടുവെള്ളം ഇളം ചൂടുള്ള വെള്ളം കൂടെ ചേർത്ത് നമ്മൾ കുഴച്ചെടുത്തേക്കുന്നതാണേ. അപ്പോൾ കഴിച്ചിട്ട് നമുക്ക് മമ്മി ഇതെങ്ങനെ ചെയ്യുന്നതെന്നും കൂടെ നോക്കാം. നമ്മൾ ഉപ്പും ചെറു ചൂടുവെള്ളവും ഒഴിച്ച് ഗോതമ്പൊടി കുഴച്ച് വയ്ക്കുക. കുഴച്ചിട്ട് ചെറിയ ബോളായിട്ട് ഉരുട്ടിയെടുത്തിട്ട് ഈ പ്ലാസ്റ്റിക് കവറിനകത്തിട്ട് ശകലം വെളിച്ചെണ്ണ തൂത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെടുത്ത് വയ്ക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലെ ഈ പ്ലേറ്റ് ഇതിങ്ങനെ ആയതുകൊണ്ട് കാണിക്കണാണേ. ഇത് വെച്ച് പയ്യെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഉണ്ടോ? ഇങ്ങനെ ചെയ്യണം. അതിൻ്റെ ശേഷം നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. പ്ലേറ്റിൻ്റെ അടി നല്ല നീറ്റായിരിക്കും, നല്ല മിനുസായിരിക്കും. അല്ലോ, ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇനി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഒരു പൊടിയോ ഒന്നും ഇടണ്ട, ഒന്നും ഇല്ലാതെ കണ്ടോ നല്ല സൂപ്പറായിട്ടിരിക്കും. ബോളിന് ഇച്ചിരി കൂടെ കുഞ്ഞിതാക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് വട്ടം കൂടുതൽ വേണമെങ്കിൽ ബോൾ ശകലം വലുതാക്കിയാൽ മതി കേട്ടോ. അപ്പം ഇങ്ങനെ അങ്ങ് കാണിച്ചാൽ മതി. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല കുഞ്ഞു കുഞ്ഞു ഇഡ്ഡലി പോലത്തെ പൂരികളായിട്ട് കിട്ടും കേട്ടോ നമുക്ക്. മക്കളൊക്കെ കൊടുക്കാൻ അവർക്കൊക്കെ നല്ല സുഖമായിട്ട് അവർക്ക് ഇഷ്ടമായിരിക്കും ഇത് കാണാനും. ഇനി നമുക്ക് ഇതങ്ങനെ ചുട്ട് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാക്കി നോക്കാം. എളുപ്പമുണ്ട്. ആരും വേണ്ട നമുക്ക് സഹായത്തിന്. വേഗം വേഗം പണി നടക്കുക കേട്ടോ. അപ്പോൾ നമുക്കിത് റെഡിയാക്കിയിട്ട് കാണാം. നല്ല ഇതായിട്ട് പൊങ്ങി വരും. നമുക്ക് അടുത്തിട്ട് കൊടുക്കാം. എളുപ്പമാണിത്. നമുക്ക് കാണിച്ചു തരാം കേട്ടോ. ഞാൻ രണ്ടെണ്ണം ഉണ്ടാക്കി കാണിച്ചു തരാം. ഇതിവിടെ ഒന്നാവട്ടെ കേട്ടോ. ഇപ്പോൾ നല്ല ഇതായിട്ട് നല്ലപോലെ കൊമളച്ച് വന്നു. ഇതിൽ 2 പെരിഞ്ചീരകവും കൂടി ഇട്ട് കുഴച്ചാൽ നല്ലതാണ് കേട്ടോ. അത് എൻ്റെ മോള് കുഴച്ചു ഞാൻ വന്നപ്പോഴത്തേനും, അതുകൊണ്ട് ഇത് കാണിക്കാൻ പറ്റുള്ളൂ എനിക്ക്. ഗോതമ്പ് പൊടിയും 2 പെരിഞ്ചീരകവും ഉപ്പും ചെറു ചൂടോടെ ഇത്തിരി ചൂടുവെള്ളവും കൂടി ഒഴിച്ചാൽ മാത്രം മതി. പരത്തിയും വിഷമിക്കേണ്ട, ഒന്നും വേണ്ട. നമ്മൾ ആ പ്ലേറ്റ് വെച്ചങ്ങ് പ്രസ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് ഇതെല്ലാം ഒന്നും കൂടെ പരത്തി കാണിച്ചു തരാം ഞാൻ കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മുടെ മമ്മി സ്പെഷ്യൽ പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ എല്ലാവരും മറക്കാൻ ട്രൈ ചെയ്യാം. മമ്മി ഇവിടെ അതേ ബാക്കി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.